1965 ആണ് MES സ്ഥാപിതമായത്. അതിനെ പറ്റിയിട്ട് രസകരമായിട്ടുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അത് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നതിന് കാരണം എന്താ വെച്ചാൽ 3 ജീവിതം ഞാൻ ജീവിച്ചു എന്ന് പറയാം എനിക്ക് വേണമെച്ചാൽ. ഒന്ന് എൻ്റെ ഫാദറുടെ കൂടെ ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ, അതായത് മുസ്ലിം വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ വർഷങ്ങൾ ജീവിച്ചു. പിന്നെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏറ്റവും അധികം പോസ്റ്റുകളിൽ ഇരുന്നിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് AR റഹീമാണ്, എൻ്റെ ഭാര്യയുടെ പിതാവ്. സംസ്ഥാന മന്ത്രി, കേന്ദ്രമന്ത്രി, ഗവർണർ, ഈ പോസ്റ്റുകളൊക്കെ അദ്ദേഹം. അപ്പോൾ പിതാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം കൂടുതൽ ഞാൻ അദ്ദേഹമായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്, അദ്ദേഹമായിട്ടും. പിന്നെ ഈ 2 വ്യക്തിത്വങ്ങൾ മരിച്ചതിന് ശേഷമാണ് ഞാൻ MESൽ മുൻപന്തിയിൽ വരികയും MES പ്രസിഡൻ്റ് ആവുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതൊരു കാലഘട്ടം വേറെ. അങ്ങനെ കാരണം വെച്ചാൽ പിതാവ് 1984 മരിക്കുന്നു. ഒരു 90കളുടെ അവസാനം ആകുമ്പോഴത്തേനും എൻ്റെ എൻ്റെ ഫാദറിലോ മരിക്കുന്നു. അതിനുശേഷം ആണ് പിന്നെ ഞങ്ങളുടെ ഒരു കാലഘട്ടം വരുന്നത്. അപ്പോൾ ഈ 3 കാലഘട്ടങ്ങളിലൂടെ ജീവിതത്തിലൂടെ പോകാൻ പറ്റി എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യ കാലഘട്ടം തന്നെ നമുക്ക് എടുത്താൽ എൻ്റെ പിതാവിൻ്റെ കാലഘട്ടം. ഫസ്റ്റ് എൻ്റെ ഓർമ്മ എന്താണെന്ന് വെച്ചാൽ പിതാവ് കാർ ഓടിക്കുന്നു, മാതാവ് അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ സിസ്റ്ററും പുറകെ കാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫുൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസിഡൻ്റായി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇടയിൽ എഴുന്നേറ്റെന്ന് ചോദിച്ചാൽ അപ്പോൾ ആര് പ്രസിഡൻ്റായി? അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഉപ്പ പ്രസിഡൻ്റായിരുന്നു വെച്ചാൽ എൻ്റെ ഫാദർ പ്രസിഡൻ്റായി, അത് അവരുദ്ദേശിക്കുന്ന MES പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻറ്റ് എന്താ, അപ്പോൾ നമ്മുടെ ജോൺ എഫ് കെന്നഡിയുടെ അമ്മയെ തന്നെ പ്രസിഡൻ്റ് ആയില്ലേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ജോൺ എഫ് കെന്നഡിയാണ് വേൾഡിലെ ഏറ്റവും വലിയ പ്രസിഡൻറ്റ്. അപ്പോൾ ജോൺ എഫ് കെന്നഡിയുടെ കൂടെ പ്രസിഡൻ്റ് ആയില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആണ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആവിർഭാവം. അന്ന് സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അതിന് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്നു ഈ സംഘടനക്ക്. ആ കാലഘട്ടവും നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട് എങ്ങനെയാണെന്നുള്ളത്. MESൻ്റെ ആദ്യത്തെ കോളേജായിട്ടുള്ള മമ്പാട് കോളേജ് തുടങ്ങുമ്പോൾ അവിടെ 4-5 മുസ്ലിം പെൺകുട്ടികളുള്ളൂ പഠിക്കുന്നുള്ളൂ. പിടിയിട്ടില്ലേ? 4-5 പെൺകുട്ടികളോ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കും. ഇന്ന് അവിടെ പോയി നോക്കിയാൽ 500-600 പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതാണ് ഭയങ്കരമായിട്ടുള്ളൊരു കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ്. സ്ത്രീ വിദ്യാഭ്യാസം എന്ന് ഞാൻ പറയുമെങ്കിലും സ്ത്രീ ശാക്തീകരണം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടായെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷേ അവരെത്രത്തോളം മുന്നോട്ട് വന്നിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഈ നിലക്ക് ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ മമ്പാട് കോളേജാണ് ഞങ്ങൾ കാണുന്നത്. മമ്പാട് കോളേജിലെ ഈ സ്ത്രീകളുടെ. അതിനുശേഷം എൻ്റെ പിതാവ് ഈ കോളേജുകളും മറ്റും സ്ഥാപിക്കുക. കേരളത്തിൽ അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ 7 കോളേജ് സ്ഥാപിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് എൻ്റെ പിതാവിന് പ്രചോദനമായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ പിതാവിൻ്റെ വാപ്പയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരാണ്, മണപ്പാട് സഹോദരന്മാരെന്ന് പറയും. അതിൽ പ്രത്യേകിച്ച് എൻ്റെ വല്യച്ഛൻ്റെ സഹോദരനായിട്ടുള്ള മണപ്പാട് കുഞ്ഞോമാജി, അദ്ദേഹമാണ് കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പിതാക്കന്മാരിലൊരാൾ, ഒരു സംശയമില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, കേരളത്തിലെ മുസ്ലിം ലീഗ്, അതുമാതിരിയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് ആദ്യം കൊടുങ്ങല്ലൂരിലൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള പള്ളി എന്ന് പറയപ്പെടുന്ന ചേരമാൻ മസ്ജിദിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവനും ദാനം നൽകിയത് അദ്ദേഹമാണ്. അതേമാതിരി തന്നെ NSS, SNDP, ക്രൈസ്തവ സഭ ഇവരെല്ലാം നിർലോഭമായി സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ആണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം ഊന്നൽ കൊടുത്ത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ വല്യച്ഛൻ്റെ 2 പെൺകുട്ടികളെ 1940കളിൽ മദ്രാസിൽ വിട്ട് LLBക്ക് പഠിപ്പിച്ചു. അതിലൊരാൾ ഫാത്തിമ റഹ്മാൻ LLB എടുത്തതിന് ശേഷം ജഡ്ജായി. അതൊരു മഹാസംഭവമാണ്. എൻ്റെ പിതാവിൻ്റെ മൂത്തവരാണ്. അതേമാതിരി തന്നെ എൻ്റെ പിതാവ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഈ കേരളത്തിലെ ആദ്യം ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 54. അവിടുത്തെ ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥി എൻ്റെ പിതാവാണ്. അന്ന് മെറിറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുടുംബം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ച എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സ് പല LLBക്കാരുണ്ട്, അക്കാലത്ത് MAക്കാരുണ്ട്, ഈ 2 സിസ്റ്റേഴ്സ് LLBക്കാരുണ്ട്. അപ്പോൾ വളരെ വിദ്യാഭ്യാസം സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം എന്ന് വിശ്വസിച്ച് പുറപ്പെട്ടൊരു കുടുംബമാണ് മണപ്പാട് കുടുംബം എന്ന് പറയും. ആ കുടുംബത്തിൽപ്പെട്ട അവരാണ് നമ്മൾ ഉണ്ടാക്കിയ ഐക്യസംഘം എന്ന് പറഞ്ഞ മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഉണ്ടാക്കിയ ഐക്യസംഘം. അതിൽ നിന്നാണ് മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങളൊക്കെ, ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതേമാതിരി തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതാണ്. അത് രക്തലേഖ കേസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊച്ചി മഹാരാജാവ് ജയിലിൽ പിടിച്ചിട്ടിരുന്നു അദ്ദേഹം.
ഇപ്പുറത്തെ വശത്ത് തന്നെ എൻ്റെ മാതാവിൻ്റെ വീട്ടുകാരും വളരെ ഫോർവേഡായിട്ടുള്ള ആൾക്കാരാണ്. അത് ആലുവയിലെ പിള്ളമാരെന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും നിങ്ങൾക്കറിയാം ഒരുപാട് പരീതി പിള്ള, മറ്റേ പിള്ള, കുറേ പിള്ളമാരുണ്ട് ആലുവയിൽ. ഖാദർ പിള്ള, അതിൽപ്പെട്ട മക്കാർ പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള കുടുംബത്തിൽപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ. അവരും വിദ്യാഭ്യാസത്തിൽ വളരെ ഊന്നൽ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഉദാഹരണം എൻ്റെ മാതാറിൻ്റെ ബ്രദർ, യങ്ങർ ബ്രദർ IIT മദ്രാസിൽ നിന്ന് BTech അക്കാലത്ത് IIT അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, എല്ലാ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെ മറ്റുള്ളവർക്ക് കൂടെ പകരണം എന്നുള്ള, പ്രത്യേകിച്ച് ആ പിതാവ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് മെഡിസിനിൽ ഇവിടെ ജോയിൻ ചെയ്യും, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം വളരെ പിന്നോക്കമാണ് മുസ്ലിം സമുദായം എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ കോളേജുകളൊക്കെ സ്ഥാപിച്ചത്. അപ്പോൾ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് 1964 ചിലപ്പോൾ 84 ഇടയിൽ 5 or 6 കോളേജുകൾ അദ്ദേഹം സ്ഥാപിച്ചു. കോളേജുകൾ, അക്കാലത്തൊരു കോളേജ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാലഘട്ടമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട്, എല്ലാ കോളേജും എയ്ഡഡാണ്, ഇന്നത്തെ മാതിരി സ്വാശ്രയ മേഖലയില്ല. ആ കോളേജുകൾ സ്ഥാപിക്കുകയും ഇന്നിപ്പോൾ MESനെ സംബന്ധിച്ചിടത്തോളം 31 കോളേജുകളായി വളർന്നു, 74 സ്കൂളുകളായി വളർന്നു, 1 ലക്ഷം വിദ്യാർത്ഥികൾ MESൻ്റെ സ്ഥാപനങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ 60,000-ഓളം പേര് പെൺകുട്ടികളാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്കൂളുകളിലൊക്കെ മിക്സഡ് എഡ്യൂക്കേഷൻ, മിക്സഡ് എന്ന് വെച്ചാൽ കോഡ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ വരെ, ഇപ്പോൾ സ്കൂളിലും കോളേജിലും എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ ഈ തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള ചിന്താഗതികളൊക്കെ അവതരിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറെ പറ്റി പറയുമ്പോൾ അദ്ദേഹം നിർബന്ധം പിടിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ സാരി ഉടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം, 1930കളിൽ എൻ്റെ വല്യമ്മ സാരി ഉടുത്തിരുന്നു. ഇപ്പോഴും എൻ്റെ പിതാവിൻ്റെ കല്യാണ ഫോട്ടോ കാണാം, എൻ്റെ ഉമ്മയൊക്കെ സാരിയെ കൊടുത്തിട്ട് വളരെ ഒരു മോഡേൺ ഗെറ്റപ്പിൽ നിൽക്കുന്നതായിട്ടാണ് ഫോട്ടോസൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പുരോഗതി, വെറുതെ കുറേ കോളേജും സ്കൂളും സ്ഥാപിക്കുന്നതല്ല, അല്ലാത്ത കാര്യങ്ങൾ, ഉദാഹരണം സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത് വരിക, സ്ത്രീകൾ ജോലിക്ക് പോവുക, സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുക, ഈവൻ സ്ത്രീകളുടെ ഡ്രസ്സിൻ്റെ പാറ്റേൺ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ഒരു ബന്ധു ആണ് ആദ്യം കാലിക്കറ്റിൽ സൽവാർ കമ്മീസ് നടക്കുന്നത്. അതൊരു മഹാസംഭവമായിരുന്നു. ഒരു സൽവാർ കമ്മീസ് ഒരു സ്ത്രീ ഇടുക എന്ന് പറഞ്ഞാൽ, കാരണം അന്ന് ഈ കാച്ചിയ മുണ്ടും മറ്റുമൊക്കെ ആണല്ലോ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള സ്ത്രീകൾ ഇട്ടിരുന്ന്. കുറച്ച് സ്ത്രീകളൊക്കെ നമ്മൾ സാരിയെ കൊടുത്ത് നടന്നിരുന്നു. പർദ്ദ അന്ന് വളരെ കുറവായിരുന്നു, പർദ്ദ ഇല്ലായിരുന്നു ഇവിടെ പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ. പ്രത്യേകിച്ച് ആകെ ഈ തീരപ്രദേശങ്ങളിൽ മാത്രം, ഇവിടെ കാലിക്കറ്റിലെ കുറ്റിച്ചിറയിലും തലശ്ശേരിയിലും അല്ലെങ്കിൽ കാസർഗോഡ് മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊന്നും പർദ്ദയൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മുടെ ഈ ലുങ്കിയും അറിയാലോ, ഒരു മലപ്പുറം ബെൽറ്റ് എന്ന് പറയും, അതൊക്കെ ഇട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചേഞ്ച് വന്നു, സാരി ഉടുക്കാൻ തുടങ്ങി, സൽവാർ കമ്മീസ് ഇടാൻ തുടങ്ങി. അതൊക്കെ നമ്മുടെ കാലഘട്ടത്തിലാണ് ഞങ്ങളിതൊക്കെ കണ്ടു തുടങ്ങിയത്. അതേമാതിരി തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. മെഡിക്കൽ കോളേജിൽ 10-20% ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാറ്റങ്ങളിലെല്ലാം തീർച്ചയായിട്ടും എൻ്റെ പിതാവ് വലിയൊരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്, വലിയൊരു റോൾ അദ്ദേഹം പ്ലേ ചെയ്തിട്ടുണ്ട്. കാരണം സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം മാത്രമല്ല, സമുദായത്തിൻ്റെ മനസ്ഥിതിയിൽ, ചിന്താഗതിയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വലിയ റോൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ഇതൊക്കെ വരുത്തിയതിന് ശേഷം എൻ്റെ അത് വേണം. ഇനി അദ്ദേഹത്തിൻ്റെ പുരോഗമനായ ചിന്തകൾക്ക് ഞാൻ വേറൊരു ഇത് പറഞ്ഞുതരാം. അദ്ദേഹം അന്ന് അക്കാലത്ത് ഒരു സ്റ്റാർ നൈറ്റ് നടത്തി. ഇവിടെ മനസ്സിലാക്കണം, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് സ്റ്റാർ നൈറ്റ് നടത്തുന്നത്. ഇന്ന് ഈ അടുത്തൊരു AR റഹ്മാൻ്റെ ഒരു പരിപാടി ഇവിടെ നടത്തിയിട്ട് വലിയ കോലാഹലങ്ങളുണ്ടായി. എന്തിനാണ് സംഗീതം എന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാർ മുന്നോട്ട് വന്നു. അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ചില മുസ്ലിം പ്രമാണിമാരെ ക്രൂശിക്കാനായിട്ട് പുറപ്പെട്ടു. അന്നത്തെ സ്റ്റാർ നൈറ്റിൽ കൊച്ചിയിൽ പങ്കെടുത്തത് സൈറ ബാനു, നർഗീസ്, മീനാകുമാരി, പിന്നെ അങ്ങനെ വഹീദ റഹ്മാൻ, സുനിൽ ദത്ത്, ദിലീപ് കുമാർ, അതിന് പാടാൻ വന്നത് മുഹമ്മദ് റഫി, തലത് മഹമ്മൂദ്, മഹേന്ദ്ര കപൂർ. അപ്പോൾ അങ്ങനെ 2-3 സ്റ്റാർ നൈറ്റുകൾ ആ കാലഘട്ടത്തിൽ അതിനൊക്കെ ഒരുപാട് എതിർപ്പുകൾ, യാഥാസ്ഥിക വിഭാഗത്തിൻ്റെ അടുത്ത് ഒരുപാട് എതിർപ്പുകളുണ്ടെങ്കിലും ആ എതിർപ്പുകളൊന്നും കണക്കിലെടുക്കാതെ ഈ പരിപാടികളൊക്കെ അദ്ദേഹം നടത്തി. അതേമാതിരി തന്നെ ഇവിടെ 2 തവണ അദ്ദേഹം മുഹമ്മദ് റഫിയെ കൊണ്ടുവന്നു. അന്ന് നിങ്ങൾക്കറിയാമല്ലോ മുഹമ്മദ് റഫി എവിടെ നിൽക്കുന്നതെന്ന് ആ കാലഘട്ടത്തിൽ. അന്ന് 1952 എൻ്റെ ഓർമ്മ ശരിയാണ്, ബൈജു ബാവറ തൊട്ടിട്ട് 1969 ആരാധന വരെയുള്ള ഒരു കാലഘട്ടം, ആരാധനയിലൂടെ കിഷോർ കുമാർ വരുന്നത്. ആ കാലഘട്ടത്തിൻ്റെ ആ ഒരു 19-20 കൊല്ലം ഇന്ത്യയിലെ നമ്പർ 1 സിംഗറായിട്ടുള്ള മുഹമ്മദ് റഫി ഇവിടെ കൊണ്ടുവരികയും കോഴിക്കോട്ടെ മാനാഞ്ചിറ മൈതാൻ കവിഞ്ഞൊഴുകുകയും ചെയ്തതായിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇതെല്ലാം സോഷ്യലായിട്ടുള്ള തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതേമാതിരി തന്നെ എൻ്റെ ഓർമ്മയിൽ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ,
ഞാനും പിതാവും കൂടെ തിരുവനന്തപുരത്തൂടെ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ സൈഡിൽ കൂടെ കാർ ഓടിച്ച് പോകുമ്പോൾ വളരെ സുമുഖനായിട്ടുള്ള ചെറുപ്പക്കാരൻ ഒരു ഫിയറ്റ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു. എൻ്റെ ഫാദറെ കൈ കാണിക്കുന്നു, ഫാദറും കൈ കാണിക്കുന്നു, കാർ നിർത്തുന്നു. അത് പ്രേം നസീറായിരുന്നു. അപ്പോൾ പ്രേം നസീറായിട്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ പ്രേം നസീറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്റ്റാർ നൈറ്റ് നടത്തി നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി. ഇതെല്ലാം ഈ സംഘടനയുടെ ധനശേഖരത്തിൽ നടത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അപ്പോൾ ഇന്നൊരു മുസ്ലിം സംഘടന ഇതുമാതിരി ഒരു സ്റ്റാർ നൈറ്റ് നടത്തുക, എൻ്റെ ഓർമ്മയിൽ ആരും നടത്തിയിട്ടുണ്ടാവില്ല, ആർക്കും നടത്താൻ ചിലപ്പോൾ ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ എത്രത്തോളം മതമൗലികവാദം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചിക കൂടിയാണ്. അന്നത്തെ ആൾക്കാർ എത്രത്തോളം ലിബറലാണെന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണത്. അപ്പോൾ അത് എൻ്റെ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു കാലഘട്ടം 1973 വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. കാലിക്കറ്റിലായിരുന്നു പഠിച്ച്. സെൻറ്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചതിന് ശേഷം ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. അതിൻ്റെ രണ്ട് മൂന്ന് വാക്കുകൾ അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളെല്ലാം പഠിച്ചത് ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളിലാണ്. സത്യത്തിൽ നമ്മൾ പറയുമല്ലോ, ഒരു സെക്കുലറായിട്ടുള്ള ഔട്ട്ലുക്ക് ഉണ്ടാവാനുള്ള കാരണം ആ സ്ഥാപനങ്ങളിൽ പഠിച്ചാണ്. അവിടെ ഈ മാനേജ്മെൻറ്റ് തീരെ വിസിബിളല്ല ആ സ്ഥാപനങ്ങളിലൊക്കെ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അല്ലാതെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതായിട്ട് ഈ സ്ഥാപനങ്ങൾ നിലനിന്നതിന് ഞങ്ങൾക്കായിരിക്കും തോന്നിയിട്ടില്ല. മാത്രമല്ല അവിടുത്തെ ഒരു ഡ്രസ് കോഡിലായാലോ അല്ലെങ്കിൽ അവിടെ അവർ അണിയുന്ന സംഭവങ്ങളിലായാലോ ശരീരത്തിൽ അണിയുന്ന ഒരു മതത്തിൻ്റെ ഒരു ചിഹ്നങ്ങളോ ഒന്നും കണ്ടിരുന്നില്ല. ഇന്ന് നിർഭാഗ്യവശാൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എന്തെങ്കിലും ഒരു മതചിഹ്നം, ഒരു കയ്യിലൊരു കെട്ടായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഒരു താടിയായാലും വേണ്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെട്ടണായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഒരു തൊപ്പിയിടണായാലും വേണ്ടില്ല, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മതചിഹ്നം എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അല്ല, ഇത് വെറുതെ വ്യക്തിപരമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി മാത്രമല്ല. ഞങ്ങളുടെ സമുദായങ്ങളിലൊക്കെ ഇപ്പോൾ ചില ആൾക്കാർ മതവിഭാഗീയതയുടെ ചിഹ്നങ്ങൾ കൂടെ എടുത്തിടുന്നുണ്ട്. മതവിഭാഗീയത എന്ന് പറഞ്ഞാൽ ആ മതത്തിൽ തന്നെ പെട്ട ഒരു വിഭാഗീയത. ഉദാഹരണം, താടിയുടെ നീളം ഇത്ര, അപ്പോൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള. അല്ലെങ്കിൽ പാൻറ്റ് ചുരുട്ടി കയറ്റി മുകളിൽ വെക്കുക, അപ്പോൾ മനസ്സിലായി ഇന്ന വിഭാഗത്തിൽപ്പെട്ടാണെന്നുള്ളത്. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനെ ഇല്ല. കാരണം CHൻ്റെ മകൻ മുനീറും ഞാനൊക്കെ ഒരേ ഒരു കാലഘട്ടത്തിൽ പഠിച്ചതാണ്. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നവരാണ്. എൻ്റെ സുഹൃത്തുക്കളായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ മോമേൻ്റെ മകൻ, CHൻ്റെ മകൻ മുനീർ. ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ പഠിച്ചവർ. ഞങ്ങൾക്ക് ആർക്കും ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ, മതചിഹ്നങ്ങളെ ഞങ്ങളാരും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതേമാതിരി തന്നെ ആ കാലഘട്ടത്തിൽ ഞാൻ പറയാം വേറെ സംഭവം പറഞ്ഞാൽ, ഈ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ തമ്മിലുള്ള ബന്ധം, അതിലൊക്കെ നല്ല സ്ട്രിക്റ്റായിട്ടുള്ള നിബന്ധനകളുണ്ടായിരുന്നു. ഇന്നത്തെ മാതിരി ഒരു ഫ്രീ അല്ല. ഇപ്പോൾ നമ്മൾ പറയണ്ടല്ലോ, പലപ്പോഴും ഈ ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റേപ്പും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പല കമൻറ്റുകൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും മറ്റുള്ളതൊക്കെ കാണാറുണ്ട്. ആ കമൻറ്റുകളിലെല്ലാം ഈ പുരുഷന്മാരെ കുറ്റം പറയണം. അത് പുരുഷന്മാർ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് അങ്ങനെ നടക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർ പാതിരാത്രി വീച്ചിൽ പോകണം, മറ്റേ മറിച്ചത്. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആ കാലഘട്ടത്തിൽ കുറേ സ്ട്രിക്റ്റായിരുന്നു കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് സ്ത്രീ പുരുഷ ഉദാഹരണം, ഞങ്ങളിപ്പോൾ ബീച്ചിൽ കറങ്ങിയടിച്ച് നടക്കുകയോ ഞങ്ങളെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ സിനിമക്ക് പോയതൊന്നും സമ്മതിച്ചിരുന്നില്ല. എന്തിന് ഫോണിൽ സംസാരിക്കൽ പോലും സമ്മതിക്കില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ, നിങ്ങൾക്ക് ബന്ധങ്ങളുണ്ടെങ്കിൽ കോളേജിൽ ബന്ധമുണ്ട്, സ്കൂളിൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അവരായിട്ട് അവിടെ നിന്ന് ബന്ധപ്പെട്ടോ, അതിന് വിട്ട് ഔട്ട് ഓഫ് ദ അവേഴ്സ് ആ ബന്ധങ്ങൾ വേണ്ട എന്നുള്ളതായിരുന്നു. അതേമാതിരി തന്നെ ഈ തരത്തിലുള്ള ഫേസ്ബുക്കും വാട്സപ്പും ഇൻ്റർനെറ്റൊന്നും ഇല്ലാതിരുന്നത് കാരണം കുറേയേറെ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു അതിന് ഓർത്തഡോക്സ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ലെങ്കിലും കുറേയേറെ കർശനമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ പറ്റിയിരുന്നു. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് മാറ്റർ, പോർണോഗ്രഫി. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പോർണോഗ്രഫി ഒന്നും ഇല്ലല്ലോ അന്ന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ നമ്മൾ പറയുക, ഈ കൊച്ചു പുസ്തകം എന്ന് പറയുന്ന സാധനമുണ്ട് മനസ്സിലല്ലേ, ഈ സെക്സ് ബുക്സ് മനസ്സിലല്ലേ എന്ന് പറഞ്ഞാൽ, അതും തന്നെ ഒരു വളരെ വളരെ ബുദ്ധിമുട്ടി വല്ലവരെ കുളിപ്പിച്ച് കടത്തി കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ള ചിന്തകൾ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു സെക്ഷൽ അവേക്കനിങ് എന്ന് പറയുന്ന സംഭവം തന്നെ നടക്കണം ഒരു 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ്. നമ്മൾ ഈ കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കണം 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് അന്നെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർ പറഞ്ഞ അങ്ങനെയല്ല ഇന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ അന്നാ ഉള്ളതെന്ന്. കാരണം അന്ന് ഇതിന് നിയന്ത്രണമുണ്ട്.
അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സെക്ഷുവലായിട്ടുള്ള വൈകൃതങ്ങളും ഒക്കെ നിങ്ങൾ നെറ്റിൽ കണ്ടിട്ട് ഈ കുട്ടികൾ കണ്ടിട്ട് അവരുടെ ധാരണ ഇതാണ് നോർമൽ എന്നാണ്. ഇത് നോർമലായിട്ടാണ് അവർ കാണുന്നത്. അതെ, വാട്ട് ഈസ് നോർമൽ ആൻഡ് അബ്നോർമൽ. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതൊന്നും കാണാത്തതിനെ കൊണ്ട് എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും നോർമലായിട്ടുള്ള ഒരു കാര്യമുള്ളൂ, അത് നോർമലാണ്, അതിനപ്പുറത്തൊന്നും എല്ലാം അബ്നോർമലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇത് രണ്ടും കൂടെ നമ്മൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഞാൻ ലൈംഗികത എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല, ബട്ട് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെക്സസ് ഞാൻ നോക്കുമ്പോൾ ബെറ്റർ ആൻഡ് മോർ ഹെൽത്തിയറാണ്. അവിടെ ആരെങ്കിലും പ്രേമിക്കേണ്ടതിന് ആ കാലഘട്ടത്തിലെ പ്രേമങ്ങൾ എന്ന് തന്നെ പറയാം. അപ്പോൾ പ്രേമങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ തന്നെ വലിയ പ്രേമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉദാഹരണം കോഴിക്കോട്ടെ MP ആയിരുന്ന BV അബ്ദുള്ളക്കോയ, അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, കാരണം അവർ രണ്ടുപേരും ഇവിടെ ഉള്ളവരാണ്. അതുകൊണ്ടാണ് രാജാ റെസിഡൻസ് സ്കൂൾ, ഞങ്ങളെ രാജാ സ്കൂൾ പാവങ്ങാട്ടെ ഹെഡ് മിസ്ട്രസിനെ പ്രേമിച്ചു. അവരുടെ പേര് ഹെർമ എന്നാണ്, അവർ ക്രിസ്ത്യാനിയാണ്, ഹെർമൈൻ. അവർ ഞങ്ങളോട് ഉണ്ടായിരുന്നു ഒരുമിച്ചു. അവർ ഹെൽത്തി റിലേഷൻഷിപ്പാണ്, അവർ പ്രേമിച്ചു, അവർ കല്യാണം കഴിച്ചു. ആദ്യം കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അരാജകത്വം ഈ രംഗത്ത് ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ കുറേയും കൂടെ റൊമാൻറ്റിക് ആയിരുന്നു കാര്യങ്ങൾ. അല്ലാതെ ഇത് ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല അത് റൊമാൻറ്റിക്കാണ്. ഓഫ് കോഴ്സ് ഐ ആം സബ്ജക്റ്റ് ടു കറക്ഷൻ, മനസ്സിലായി. പക്ഷേ ആ കാലഘട്ടത്തിൽ പ്രേം നസീർ അല്ലെങ്കിൽ നമ്മുടെ രാജേഷ് ഖന്ന, അന്ന് ഈ രാജേഷ് ഖന്ന തുടങ്ങിയ കാലഘട്ടം 1969 ആരാധന തൊട്ടിട്ട് പ്രോബ്ലി ലേറ്റസ്റ്റ് അപ് ടു 1974 അമിതാഭ് ബച്ചൻ പറഞ്ഞ ഒരു 5 years കുഡ് ബി കോൾഡ് ദ ഹയർ ഓഫ് റൊമാൻസ്. അപ്പോൾ ഈ ഹയർ ഓഫ് റൊമാൻസിൽ കിഷോർ കുമാർ, RD വർമ്മൻ, രാജേഷ് ഖന്ന, ഇതാണ് അതിൻ്റെ സംഭവം. ആ സംഭവം നിങ്ങൾക്കറിയാലോ. ആ കാലഘട്ടത്തിലെ എത്രയോ റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ, മേരെ സപ്നോ കി റാണി തുടങ്ങിയിട്ട് യേ ക്യാ ഹുവ തുടങ്ങിയിട്ട് പ്യാർ ദീവാന ഹോത്താ ഹെ, അങ്ങനെ പോയിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരൊക്കെ നമ്മൾ ഒരു റോൾ മോഡലായിട്ടാണ് രാജേഷ് ഖന്നയെ കണ്ടിരുന്നത്. അപ്പോൾ ഈ രാജേഷ് ഖന്ന എന്ന് പറഞ്ഞ കഥാപാത്രം കള്ളുപിടിക്കൂല, രാജേഷ് ഖന്ന എന്ന് പറഞ്ഞ കഥാപാത്രം പെണ്ണ് പിടിക്കൂല, എല്ലാവരെയും സഹായിക്കുന്ന, ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചിത്രീകരണം വരുന്നത്. ഇന്നത്തെ നായകന്മാരെ കാണിക്കുന്ന രീതി തുടങ്ങിയത് 1975-76 ശേഷം, ഈ വയലൻസിൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സംഭവമാണ് സിനിമ ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ ആ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് റൊമാൻറ്റിക് സിനിമയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രേം നസീറും മധുവും, ആ കാലഘട്ടത്തിൽ യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറും P. ഭാസ്കരനും കവിതയും എല്ലാം കൂടിയിട്ട് അപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ആ ഒരു കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ കുറേയും കൂടെ തീർച്ചയായിട്ടും ഒരു ഡീസൻ്റായിട്ടൊരു കാലഘട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ കുറേയേറെ ഇൻഡീസൻസി കടന്നുകൂടിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഒരുപാട് എവിഡൻസുകൾക്ക് എനിക്ക് കാണിച്ചാൽ ഇതിപ്പോൾ പറയേണ്ട, അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. രാജാ റെസിഡൻസ് സ്കൂളിലെ ഞങ്ങളുടെ സ്കൂളിൽ 14 പെൺകുട്ടികളെ പുറത്താക്കി. എന്തിനാണെന്നറിയോ? ടോയ്ലറ്റിൽ പോയിട്ട് കണ്ണി കണ്ട സെക്സ് സൈറ്റുകളുടെ പേരൊക്കെ എഴുതിയിട്ട് വരും, പ്ലീസ് വിസിറ്റ് ദീ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവർ പോയിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് സൈറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ടോയ്ലറ്റിൽ പോയി എഴുതിയിടുക, പ്ലീസ് വിസിറ്റ് ദീ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരൊക്കെ പുറത്താക്കേണ്ടി വന്നു. അപ്പോൾ അത് ഈ പുറത്താക്കിയിരിക്കുന്ന 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു തരത്തിലുള്ള വിവരമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വായന തുടങ്ങുന്നത് എനിഡ് ബ്ലൈറ്റിലാണ്. ആ കാലഘട്ടത്തിൽ എനിഡ് ബ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ പുരോഗമിച്ച് എഡ്ഗാർ റൈസ് ബറോ, ടാർസൻ, അവിടെ നിന്ന് ഞങ്ങൾ പുരോഗമിച്ച് ജെയിംസ് ആഡ്ലി ചേസ്, പിന്നെ അവിടെ നിന്ന് പുരോഗമിച്ച് ഹരോൾഡ് റോബിൻസും ആർത്തർ ഹെയ്ലിയും, അങ്ങനെയൊക്കെ. ഇതെല്ലാ പുസ്തകങ്ങളും ആ കാലഘട്ടത്തിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സകല പുസ്തകങ്ങളും എൻ്റെ ലൈബ്രറിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളും ഞങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ട്. പിന്നെ ആ കാലഘട്ടത്തിൽ എൻ്റെ മൈൻഡിൽ നിൽക്കുന്ന വലിയൊരു മഹാസംഭവം എന്താണെന്ന് വെച്ചാൽ, MES-ഉം മുസ്ലിം ലീഗും തമ്മിൽ ഒരു ഇടച്ചിലുണ്ട്. അങ്ങനെ വലിയൊരു ഫൈറ്റ് വന്നു. എൻ്റെ പിതാവ് ഗവൺമെൻറ് സർവീസിന് രാജിവെക്കേണ്ടതായിട്ട് വന്നു. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ ചില ആൾക്കാരുടെ ഇടയിൽ അത് ഇന്നും ആയത്, അതായത് ശരീഅത്തിൽ മാറ്റം വരുത്തണം എന്നുള്ള അഭിപ്രായം, അല്ലെങ്കിൽ കോമൺ സിവിൽ കോഡ് കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായം വന്നു. ഇത് ഇന്നും ചർച്ചാ വിഷയമാണ്. ഈ കോമൺ സിവിൽ കോഡ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇന്ത്യക്ക് കോമൺ സിവിൽ കോഡ് വേണമെന്ന്. യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യക്ക് കോമൺ സിവിൽ കോഡ് വേണമെന്ന്. പക്ഷേ ഞങ്ങൾ കോമൺ സിവിൽ കോഡിനെ അനുകൂലിക്കുന്ന ആൾക്കാരല്ല. എന്നാൽ കൂടി ആ കാലഘട്ടത്തിൽ MES-ലെ ചില വ്യക്തികൾ ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റിയിലെയും കൂടെ മെമ്പേഴ്സായിരുന്നു. ഇസ്ലാം ആൻഡ് മോഡേൺ ഏജ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ
ആ സൊസൈറ്റി ഈ ശരീഅത്ത് മാറ്റണം എന്നുള്ള അഭിപ്രായക്കാരുടെ സംഘടനയാണ്. അപ്പോൾ ഇതിലൊരു ഡുവൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചില അഭിപ്രായം എൻ്റെ കൂടുതൽ ഇതിലോട്ട് ഞാൻ പോകുന്നില്ല. ഏതായാലും അതൊരു വിഷയമായി മാറുകയും ഈ മുസ്ലിം സമുദായത്തിലെ യാഥാസ്ഥിക വിഭാഗം MESനെ അറ്റാക്ക് ചെയ്യും. അവർക്ക് മൊത്തത്തിൽ അറിയാലോ, MESൻ്റെ ഈ പരിപാടികളൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. സ്ത്രീകളുടെ വിദ്യാഭ്യാസം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മോഡേണായിട്ടുള്ള ചിന്താഗതികൾ അവർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് അവർക്കിത് MESനെ അടിക്കാൻ ഒരു വടി എന്നുള്ള നിലക്ക് ഈ വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം MES നേതൃത്വം പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഒരു വഴക്കിലോട്ട് പോവുകയും അത് വ്യാപിച്ച് പിന്നീട് മുസ്ലിം ലീഗും MES ആയിട്ടൊരു വഴക്ക് വരികയും MESൻ്റെ ഭാഗത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ നിൽക്കുകയും ഇപ്പുറത്തെ ഭാഗത്ത് ലീഗ് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം അങ്ങനെ MESൽ നിന്ന് ലീഗിലെ അംഗങ്ങളെല്ലാവരും രാജിവെച്ച് പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് എൻ്റെ പിതാവ് ഗവൺമെൻറ് ജോലി രാജിവെക്കേണ്ടിയിരുന്നത്. കാരണം അദ്ദേഹത്തെ ഈ പ്രവർത്തനങ്ങൾ മുടക്കുവാനായിട്ട് ഇവിടുന്ന് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യിച്ചു. അത് ലീഗിൻ്റെ നിർബന്ധം കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യിച്ചാണെന്ന് പറയുന്നത്. അദ്ദേഹത്തെ കാലിക്കറ്റിൽ നിന്ന് മാറ്റി കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചു. കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം അന്ന് പ്രൊഫസറായിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. മെഡിക്കൽ കോളേജിൽ അന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്, ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ ഒരു അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വരുന്ന ഒരു മുസ്ലിം എൻ്റെ പിതാവാണ്. അപ്പോൾ ആ പോസ്റ്റ് അദ്ദേഹം രാജിവെച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ പൂർണ്ണമായിട്ട് MESന് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടവും അന്ന് മുസ്ലിം ലീഗ് നമ്മുടെ MESൻ്റെ ഒരു വലിയൊരു കോൺഫറൻസ് നടത്തിയിരുന്നു ഇവിടെ നമ്മുടെ ഫറൂഖിൽ വെച്ച് നടത്തിയ കോൺഫറൻസിൽ MESൻ്റെ ജാഥയെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമിച്ചു. പല MESൻ്റെ മീറ്റിങ്ങുകളും തടസ്സപ്പെട്ടു. എൻ്റെ പിതാവിനെ തന്നെ വടകരയിൽ വെച്ചിട്ട് ആക്രമിച്ചു. ഫിസിക്കലി ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി. അങ്ങനെയുള്ള ഒരുപാട് കാലഘട്ടങ്ങൾ ഒരുപാട് വർഷങ്ങളുണ്ടായി. അങ്ങനെ ഒരു 3-4 കൊല്ലം MESും മുസ്ലിം ലീഗും തമ്മിൽ അകൽച്ചുണ്ടാവുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതെല്ലാം പാച്ചപ്പ് ചെയ്ത് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ രണ്ട് സംഘടനകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ആ കാലഘട്ടത്തിലെ ഞാൻ ഓർക്കുന്ന വലിയൊരു സംഭവം.